കുറച്ച് പച്ചരി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കറി ഇല്ലെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ 2 കപ്പ് പച്ചരി ഒരു 3-4 മണിക്കൂറെല്ലാം സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ കുതിർന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാ ഞാൻ പച്ചരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോറ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി എടുക്കുന്നതിന്റെ നേരെ പകുതി ചോറ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതാ ഒരു ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് സവാളയാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതെടുത്തോ. പിന്നെ ഇതാ നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മാത്രം മതി. അപ്പൊ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ആവിയിലാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. സ്റ്റീമറിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിന്റെ മുകളിലേക്ക് നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം. ഇതിപ്പോ ചെറിയ കുഴികളുള്ള തട്ടാണ് കേട്ടോ. നല്ല രസമാണ് ഇതിൽ ഉണ്ടാക്കിയാൽ. ചെറിയ കുട്ടികൾക്കെല്ലാം ഇഷ്ടാവും. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഫസ്റ്റ് ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലേക്കാണ് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുഴിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കുറച്ച് മാവേ വേണ്ടൂ. അത്രയും ചെറിയ കുഴിയാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ശരിക്കും ഇത് ചെറിയ കുഴിയാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മൾ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഈ സ്റ്റീമറിനെ പറ്റിയിട്ട് 2-3 പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്ന 2 തട്ടാണ് ഇത്. അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ സാധാരണ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കുന്ന 2 തട്ടും കൂടി കിട്ടുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഹോളെല്ലാം വരുന്ന ഒരു തട്ടും കൂടി ഉണ്ട് കേട്ടോ. ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 6 എണ്ണമാണ്. അപ്പോൾ ഇത് ആ ഹോളുള്ളത് നമുക്ക് എന്തെങ്കിലും ചൂടാക്കാനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഏകദേശം 2-3 മാസമായി യൂസ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് നല്ല അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തു. അപ്പൊ അതാ നമ്മുടെ ആദ്യത്തെ സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ഈ തട്ടിൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ തട്ട് വെച്ചതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് പകുതി മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ സാധാരണ നോർമൽ ഇഡ്ഡലി പാത്രമാണ് ഉള്ളതെങ്കിൽ ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന കുഴിയിൽ ഈ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന സ്റ്റീലിന്റെ പ്ലേറ്റില് ആ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പൊ ഇതാ ഞാൻ 2ലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതുപോലെ വേഗത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. കറിയോ മസാലയോ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് മസാലയെല്ലാം ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മള് രണ്ടാമത് വെച്ച ആ ഒരു പാത്രത്തിൽ ഒഴിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ്ടോ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ 2 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ചിട്ട് ലൈൻ ആക്കിയിട്ട് വരച്ചിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം. അതല്ലെങ്കിൽ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഞാൻ ഇതുപോലെ കത്രിക വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്തം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ഇതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. അപ്പൊ ഈ മസാലയിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അധികം എരിവില്ലാത്തതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്യണേ. എരിവുള്ളതാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. അപ്പൊ നമ്മുടെ എല്ലാ മാവിലും മസാല നല്ലപോലെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഓയിൽ വെച്ചിട്ട് അത് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു മസാലയിലും കൂടി ഫ്രൈ ആവുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോ ഇങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ഒന്നും ആക്കാണ്ട്
നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേപോലെ തന്നെ കഴിക്കാനും പറ്റും. 2 രീതിയിലും കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ തിരക്കുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.